ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം കോമൺ ആയിട്ട് വരുന്ന ഒരൊറ്റ ചോദ്യമാണ്, എന്താ പറയാ, ഓസ്ട്രേലിയയുടെയാണ് വിസയ്ക്ക് വെച്ചിട്ട് 70 ദിവസമായി 80 ദിവസമായി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത്. സത്യമാണ്, ഇതുവരെ വരുന്നില്ല. ഒത്തിരി പേർക്കും നമുക്ക് 16 ദിവസം തൊട്ട് 70 ദിവസം വരെ വിസ ഡിലേ ആയ ആളുകളുണ്ട്. ചിലപ്പോൾ പണ്ടൊക്കെ വെച്ചാൽ ഓസ്ട്രേലിയക്ക് വിസ വെച്ച് കഴിഞ്ഞിരുന്നാണെങ്കിൽ ഒരു 16 ദിവസം കൊണ്ടൊക്കെ ഈ സംഭവം ഓൺലൈനായിട്ട് പെട്ടെന്ന് വരുമായിരുന്നു. അല്ലെങ്കിൽ 10 ദിവസം 8 ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് വന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ലോങ് വെയിറ്റിംഗ് ആണ്. നമുക്ക് ഒത്തിരി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരാണ്, ചേട്ടാ ഞാൻ ഇന്ന ഏജൻസി വെച്ചു. ഇതൊന്നും ഏജൻസിക്കാരുടെ കുറ്റം കൊണ്ടല്ല. കാരണം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഓൾറെഡി അവരുടെ എന്താ പറയാ, അവിടെ ഗവൺമെന്റ് ഷിഫ്റ്റ് വരാൻ പോകണം. ഇപ്പൊ നിലവിലുള്ള ലേബർ പാർട്ടി മാറി എന്താ പറയാ ലക്ഷറി കാശുള്ളവരുടെ പാർട്ടി എന്നുള്ള രീതിയിലേക്ക് സംവിധാനത്തിലേക്ക് മാറുവാണ്. അപ്പൊ ഒബ്വിയസ്ലി അവർക്ക് എന്താ പറയാ അവിടുത്തെ എമിഗ്രേഷൻ കുറച്ച് കാണിച്ചേ പറ്റത്തുള്ളൂ. മുന്നിലുള്ള ഇലക്ഷനെ ഫേസ് ചെയ്യേണ്ടി വരില്ല. ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ഉള്ളത് കൊണ്ടും മറ്റുള്ള ഓസ്ട്രേലിയൻ പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസണും ഈ ഒരു കാര്യത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു 20% സ്റ്റുഡന്റ് എമിഗ്രേഷൻ ഓസ്ട്രേലിയയിലേക്ക് 2024 കുറയ്ക്കുകയാണ്. അതായത് ഒരു വർഷം മുമ്പോ 2 വർഷം മുമ്പോ അല്ലെങ്കിൽ ഈ ഒരു മാസം മുമ്പോ ഓസ്ട്രേലിയക്ക് പോയ ആൾക്കാരെ റെഫർ ചെയ്തോ അവരുടെ പ്രൊഫൈൽ വെച്ചോ നിങ്ങൾക്ക് ഓസ്ട്രേലിയക്ക് പോകാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഓസ്ട്രേലിയക്ക് പോകണമെന്നുണ്ടെങ്കിൽ മിനിമം റിക്വയർമെന്റ് ഫാദറിനും മദറിനും റിട്ടയർ ആയിരിക്കരുത്. ഫാദറിനും മദറിനും റിട്ടയർ ആണെങ്കിൽ തന്നെ റണ്ണിങ് ഇൻകം ഉണ്ടായിരിക്കണം. ആനുവലി നിങ്ങൾ 2 വർഷം ബാക്കിലേക്ക് 10 lakhs 15 lakhs ഫാമിലിക്ക് എന്താ പറയാ ടാക്സിന് ഇൻകം ഉണ്ടായിരിക്കണം. അതുകൂടാണ്ട് നിങ്ങൾക്ക് ലോൺ കാണിക്കണമെങ്കിൽ ലോൺ വേണം. പിന്നെ നിങ്ങൾക്ക് അസറ്റ് വാലുവേഷൻ അസറ്റ് വേണം. അതായത് ഓൺ ഗോയിങ് മുന്നിലേക്ക് നിങ്ങൾക്ക് ഇൻകം ഉണ്ടെന്നും ഇത്രയും ഒരു പൈസ നിങ്ങൾ മുടക്കിയാലും നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓസ്ട്രേലിയൻ നിങ്ങൾക്ക് നോക്കുന്ന എമിഗ്രേഷൻ ഓഫീസർക്ക് ഉറപ്പായാൽ മാത്രമേ നിങ്ങൾക്ക് വിസ കിട്ടത്തുള്ളൂ. അതിപ്പോ UG ആണെങ്കിലും PG ആണെങ്കിലും. UGക്ക് ഒന്നും കൂടെ സാധ്യത കൂടുതൽ, PGക്ക് ഒന്നും കൂടെ സാധ്യത കുറവ്. ഇതാണ് ഇതിനകത്തെ ഇത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ഓസ്ട്രേലിയ എത്താൻ പറ്റും? എനിക്ക് ഓസ്ട്രേലിയ പോകുന്നതാണ് എന്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലാൻഡ് വഴി ഓസ്ട്രേലിയക്ക് പോകും. ഇതിനെപ്പറ്റി അറിയാൻ നമുക്ക് ന്യൂസിലാൻഡിനെ പറ്റിയുള്ള നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ന്യൂസിലാൻഡ് വഴി ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയൊരു വീഡിയോയും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടും. നമ്മുടെ ചാനലിൽ അതുള്ള വീഡിയോസ് കാണുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഉള്ള അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് ഓസ്ട്രേലിയൻ വിസ ഡിലേ ആകുന്നതിനകത്ത് കോമൺ ആയിട്ടുള്ള കുറച്ച് റീസൺസ്. പിന്നീട് നമുക്കെന്ന് വെച്ചാൽ വേറെ റിജക്ഷനും മെയിൻ ആയിട്ടുള്ള ഫണ്ട്, അതുകൂടാണ്ട് തന്നെ SOP ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർ കാരണമായിട്ട് കാണിക്കുന്നുള്ളൂ. ഇപ്പൊ ഡിഗ്രി പഠിക്കാൻ പോകുന്ന പയ്യൻ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നവർ തിരിച്ചു പോലും അവർക്ക് തോന്നുന്നു നമുക്ക് ഫൈനാൻസും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന റീസൺസ്. അപ്പൊ അതുകൊണ്ട് 70 ദിവസം വെയിറ്റ് ചെയ്ത് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് ഏജൻസിക്കാരനെ പ്രഷർ ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഒരു 70 ദിവസം വരെ വെയിറ്റ് ചെയ്ത് മാത്രമേ അത് കിട്ടത്തുള്ളൂ. വേറെ പ്രത്യേകിച്ച് അതിന്റെ റിജക്ഷൻ്റെ അകത്ത് ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രൊഫൈൽ സ്ട്രോങ് ആണെങ്കിലും ഐൽറ്റിന്റെ സ്കോർ കാര്യങ്ങൾ അക്കാഡമിക്സ് ഗ്യാപ്പ് ഫണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പാണെങ്കിൽ മാത്രം നിങ്ങൾ 1-1.5 വർഷം ഓസ്ട്രേലിയ പുറകെ നടന്ന് കളയാൻ വേണ്ടി ശ്രമിക്കുക. അഥവാ ഇനി നിങ്ങൾ ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ 10th ആണ് നിങ്ങളുടെ മക്കൾ ഇത് കാണുന്ന പേരൻസ് ആണെന്നുണ്ടെങ്കിൽ 10th ആണ് നിങ്ങളുടെ മക്കൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഓസ്ട്രേലിയക്ക് പോകാനാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഡിഗ്രിക്ക് നാട്ടിൽ ജോയിൻ ചെയ്തു ഫ്യൂച്ചറിൽ ഓസ്ട്രേലിയ ആണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്രൈറ്റീരിയകൾ നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ പേര് രജിസ്റ്റേർഡ് ആയിരിക്കണം. അതിന്റെ ടാക്സും കാര്യങ്ങളും നിങ്ങളുടെ പേര് തന്നെ ഫയൽ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ വർഷവും നിങ്ങളുടെ ഫൈനാൻസും കാര്യങ്ങളും വളരെയധികം ക്ലിയർ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളിലുള്ള പ്ലാനിങ് നിങ്ങൾ മുന്നോട്ട് പോകും. ഇങ്ങനെയുള്ള പ്ലാനിങ്ങും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാം. നമ്മുടെ ചെറിയ കൺസൾട്ടേഷൻ ചാർജുകൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കൺസൾട്ടേഷൻ നമ്മൾ തരുന്നതാണ്. അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഉറപ്പായിട്ടും. പിന്നെ ഓസ്ട്രേലിയക്ക് അഡ്മിഷനും കാര്യങ്ങളും നിങ്ങളുടെ പ്രൊഫൈൽ പറയുന്നത് ഹൗ ടു റീച്ച് ഓസ്ട്രേലിയ എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. താങ്ക് യു. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.